റെയിൽവേ സ്റ്റേഷൻ. ഗോവക്ക് പോകാനായിട്ട് വീട്ടിലെ ഫുൾ ലഗേജ് ആയിട്ട് വന്നേക്കണം. സ്റ്റിക്കർ ഇട്ട് എടാ നിന്റെ ബാഗ് മേടിച്ചടിച്ചാലോ ഗോവ ട്രിപ്പ്. ഓ ഗായ്സ് നമുക്ക് ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിനിലോട്ട് കാലെടുത്ത് വെച്ചു. വണ്ടി വിട്ട് എത്ര പോകും? 10. നേരെയല്ലേ മോനെ എന്താ രണ്ട് തല അങ്ങനെയൊക്കെ ഇട്ട് റിച്ചടാ റിച്ച് എന്താ എനിക്ക് ഇറങ്ങണില്ല പോ. ഇനി അതും കൂടിയാണോ എനിക്ക്? ആ ശരി കേട്ടോ. അങ്ങനെ വയ്ക്കട്ടെ. അതെ പട്ടക്കിടക്കാൻ വേണ്ടിയാണെങ്കിൽ എൻ്റെ ഒപ്പം കിടന്നോട്ടാ. അതിന്നൊരു പൊടിയാണ് തന്നെ നോക്കിയ ബെഡ്ഷീറ്റിൽ നിന്ന്. പുതിയ എടുക്കാത്ത സാധനം അതേടാ ഇതെടുക്കാറായി പൊതിയണ്ട പുഴുങ്ങാനായിട്ട് മീൻസറ പൊതിഞ്ഞോണ്ടിരിക്കുകയാണ്. കുറച്ച് പ്രാന്തൊക്കെയാവാ മുഴുവട്ടാവാ പൊടി വറക്കം പുത്തനാണെന്നല്ലേ പറയണ പൊടി വറക്കണത്. വല്ലണ്ടാ നീ എടാ മണി 6:20. വി ആർ ഓൺ ട്രെയിൻ. നമ്മളെങ്ങോട്ടാ പോകുന്നേ പറയില്ല. നമ്മളെങ്ങോട്ടാ പോകുന്നതിന് ഇപ്പൊ പറയില്ല. കുറച്ചും കൂടി സമയമുണ്ട്. ഗസ് ചെയ്യേണ്ടത്. നമ്മളപ്പോ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതോടുകൂടി മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എങ്ങോട്ടേക്കാ പോണെന്നുള്ളത് ഞങ്ങളിപ്പോ പറയൂല. ഞങ്ങൾ തമിഴിൽ ഇറങ്ങുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വി ആർ ഓൺ ദ മൂവ്. യെസ്, നമ്മളൊരു 10 മിനിറ്റ് ഹോൾട്ടിന് ശേഷം മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ കൃത്യങ്ങളൊക്കെ കഴിച്ച് കൃത്യങ്ങൾ. ഇതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. ഉണ്ടാ ആരോ നടന്നു പോകുന്നു. അപ്പോൾ നല്ല കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെ കാണിച്ചു തരാനുള്ള സമയമായിട്ടില്ല. വേറെ ഒന്നല്ല, ഇരുട്ടാണ് ഇപ്പോഴും പുറത്ത്. ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നഗ്നനേത്രങ്ങളെ വീക്ഷിക്കാൻ പറ്റുന്ന നല്ല നല്ല കാഴ്ചകൾ. അങ്ങനെ രോഗി തുടങ്ങിയപ്പോൾ ഭാഷ മാറിയതുണ്ട്. നല്ലൊരു പുഴ കഴിഞ്ഞു പോയി.
തുറന്നിട്ട് തുറന്നു. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ ഈ പുഴയിൽ? പരുന്തിന്റെ കുഴലാണ്. മരുന്നും പറത്തി. അപ്പൊ ഇതാണ് പരുന്തുംപാറ. ഇവിടെ പാറയും വേണ്ട ഒമ്മേ ലിൻസന്റെ പ്രഡിക്ഷൻ ആണ്. എടാ തെങ്ങും ഇഷ്ടം പോലെ അവിടെ ഒരു തെങ്ങുമ്പോ കുറെ പരുന്ത് പാറ വേണ്ടായിരുന്നു. ഞങ്ങൾ അതിനെ പരുന്തംപാറ എന്ന പേരിട്ട്. അത് ഇവര് പിടിച്ചില്ല, ഇതിന് പിടിച്ചില്ല. ഇവിടുത്തെ കൊക്കിന് പ്രത്യേകത ഉണ്ട് കാഴ്ച. കണ്ട പറത്താൻ തീങ്ങൂല അവര്. കണ്ട അവര് പുറകോട്ട് പോയി പാങ്ങും. ഗായ്സ് ഇതാണ് സർ ഗൈസ് കാർവാറ്. ഗായ്സ് അപ്പോൾ നമ്മൾ ഇവിടെ കാർവാർ എത്തി. നമ്മൾ ട്രെയിനിന് ഇവിടെ ഒരു 10-15 മിനിറ്റ് ഹാൾട്ട് ഉണ്ട് കേട്ടോ. അവിടെ ഗേജ് വെച്ചിട്ടുണ്ട് കാർവാർ. ഇനി ഇവിടെ ഒരു 15 മിനിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനി ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം യാത്ര. 1.5 മണിക്കൂറൊന്നല്ല പോകും. 9:15 എത്തുള്ളൂ. അവന് 2 മണിക്കൂറല്ലേ, 7 മണിയായിട്ടുള്ളൂ. ഇവൻ എന്നെയും കൂടി തെറ്റിക്കോല. 2 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് നമ്മ സ്ഥലത്തെത്തുള്ളൂ. അങ്ങോട്ട് ഇപ്പോൾ ചായ പിടിക്കായിരുന്നു. ട്രെയിൻ എടുക്കൂല എപ്പോഴായിരുന്നു അപ്പുറത്തേക്ക് കയറാം. തൊട്ടപ്പുറത്തേക്ക് കയറും അല്ലേ. എടാ ട്രെയിൻ വിട്ടായിരുന്നല്ലേ ലിൻസൻ തൂങ്ങിക്ക് വലിച്ചു നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മൾ ടീ സ്റ്റാൾ ഇവിടെ തരണ ടീ സ്റ്റാൾ. ഓഹോ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ചിപ്സാണ്. നമ്മളൊന്നും ഒന്നുമില്ല ലേസ് പോലെ. നമുക്കുള്ള ചായ. ഗായ്സ് നമുക്കുള്ള നല്ല ചൂട് ചായ കിട്ടിയിട്ടുണ്ട്. ആഹാ ഇനി നമുക്ക് ട്രെയിനിലോട്ട് നടന്ന് ചായ കുടിക്കാം. ഗായ്സ് നമ്മൾ കുടിക്കാൻ പോകുന്ന കന്നഡ ചായ ഉണ്ടാ. ഇന്നലെ നല്ല ചായ ഗായ്സ്. വേറെ ആരുണ്ട് ട്രെയിനില്ല എൻ്റെ അറിവിലുണ്ടല്ല. ഇവിടെയൊക്കെ ചായ മറ്റേ കുഞ്ഞു ഗ്ലാസ്സിൽ ഇത്രയൊക്കെ കിട്ടാറുള്ളൂ. പുറത്തോട്ട് പോയിക്കാൻ കേരളം വിട്ട് പോയിക്കാൻ എത്ര കിട്ടുള്ളൂ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ചായ ഉണ്ട്. 10 രൂപ സാധാരണ ചായ. ഇതൊന്നും റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അന്ന് ഹൈദരാബാദൊക്കെ പോയപ്പോൾ ഇത്ര ഗ്ലാസ്സിൽ ഇത്ര ചായ വരും. 10 രൂപ എന്താ അന്ന് രൂപ 5-6 കൊല്ലം മുമ്പ്. അന്ന് 10 രൂപയാണെങ്കിൽ പിന്നെ അത്രയ്ക്കും പിന്നായിട്ടുണ്ടാവും. നമ്മൾ ട്രെയിനിൽ കയറി ട്രെയിൻ എടുത്തിട്ടാ. എൻ്റെ മൈക്ക് കാര്യങ്ങളൊക്കെ ബാഗിലിരിക്കുകയാണ്. അകത്തോട്ട് പോയി എടുക്കാൻ മടിയായിട്ടാണ്. പക്ഷെ ട്രെയിനിൻ്റെ മ്യൂസിക് നിങ്ങൾ കേൾക്കും. മനസ്സിലേ നമ്മളെത്തിയ സ്റ്റോപ്പിന്റെ പേര് നോക്കൂ. കണകോണ. అయితే എന്തായിരിക്കും എന്തായാലും കണകോണന്നുള്ള ഉദ്ദേശിച്ചത്. കണകോണ സ്റ്റോപ്പ്. കണകോണ സ്റ്റോപ്പിൽ തുമ്പി. ഇത് കണകോണ സ്റ്റോപ്പിലെ പുല്ലി. ഇത് കണകോണ സ്റ്റോപ്പിലെ കാട്, ഉള്ളിൽ സൂര്യൻ. ആഹാ ഇത് കണകോണ സ്റ്റോപ്പിലെ ലിൻസൻ. ഗൈസ് നമ്മളങ്ങനെ കണകോണ സ്റ്റോപ്പിൽ നിന്ന് കണകോണ പറഞ്ഞു കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിലോട്ട് ബാലി. നമ്മൾ ബാലിക്ക് പോയിരുന്നു ഇവനെ കാണാൻ. ബാലി സ്റ്റേഷൻ എത്തി. ബാലി എടുത്ത് ബാലിയല്ല ബല്ലിയാണല്ലോ. എന്നെ പറ്റിച്ച് ബാലി എന്ന് പറയുന്നത് ബല്ലിയാണ്. തെറ്റായ ഇൻഫർമേഷൻ ഞാൻ ഇത് പറ്റിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഇത് ബല്ലിയാണ്, ബാലി വേറെ എവിടെയോ ആണ്. ഗൈസ് ബല്ലിയിലെ കാക്ക.
ഇവിടെ നിന്നാണ് ഇപ്പം ബല്ലിക്കാക്കവന്. ഇവിടുത്തെ ബല്ലിക്കാക്കയാണ് ഗൈസ് പറഞ്ഞത്. നമ്മുടെ അവിടുത്തെ ബല്ലിക്കാക്കാണത്. വാട്ട് ഇൻഫർമേഷൻ. താങ്ക്സ് ടു ലിൻസൺ. ലിൻസൺ ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. ഗൈസ് നമ്മ ബല്ലിയിലെ എല്ലാ സംഭവങ്ങളും കണ്ട്. అయితే നിങ്ങൾ ബല്ലിക്കാക്കനൊക്കെ ഉണ്ട്. ലിൻസൺ പറഞ്ഞതെന്നറിയോ, നമ്മുടെ ഇവിടുത്തെ ബല്ലിക്കാക്ക പറന്ന് അവിടുത്തെ ബല്ലിക്കാക്ക ആണത്. നമ്മൾ ഗോവയിലെത്തി. ഗോവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാലെടുത്ത് വെച്ചു. ഗൈസ് നമ്മളങ്ങനെ ഗോവയിലെത്തി. ഗോവൻ റെയിൽവേ സ്റ്റേഷനിലൂടെ പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണോ അല്ലേ? ഞാനേ മൈക്കോക്കാം. നമ്മളങ്ങനെ ഗോവയിലെത്തി. ദിസ് ഈസ് ഗോവൻ റെയിൽവേ സ്റ്റേഷൻ. വി ആർ ഗോയിങ് ടു ഗോവ. ഇനി ഇവിടുന്ന് വണ്ടി റെന്റിന് എടുക്കണം, ഫുഡ് കഴിക്കണം, പിന്നെ എന്തൊക്കെയാണ്, പിന്നെ കറങ്ങാൻ പോകണം. നമുക്ക് അതിന് വണ്ടി ഇവിടുന്ന് റെന്റിന് എടുക്കണം നോക്കട്ടാ. ഈ പുള്ളിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹലോ, ടാക്സി गोवा GR स्टेशन टैक्सी. मेरा गाड़ी सब खत्म है. आपका गाड़ी सब खत्म है. कितना गाड़ी है आपके पास? 15. इनके पास बहुत है. पसीनो है. पसीनो नहीं, एक्टिवा है. ഓക്കെ, നമുക്ക് ആക്റ്റീവാണ് വരാൻ പോണത്. നമുക്ക് പസീനോ ഇല്ല, ആക്റ്റീവാണുള്ളതെന്നാ പറഞ്ഞത്. അതിന്റെ പുള്ളിനെ വിളിച്ചോണ്ട് വരാൻ നേരം അത് കുഴപ്പമില്ല. ഓ ബൈക്ക് ടാക്സി. ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോണത്. എന്താണൊക്കെ പറയണ്ടത്, നമുക്കൊന്നും മനസ്സിലാവും. ഇവിടെ ഭാഷയിൽ എന്താണൊക്കെ പറയണ്ടത്. ഞാൻ സൗത്ത് ഗോവയിലും നോർത്ത് ഗോവയിലും ഇത് നമ്മൾ എല്ലായിടത്തും പോകുന്ന സംഭവം കൊണ്ടുപോയില്ലെങ്കിൽ ടൂർ പ്ലാനർ. ഒരു വീ അടിച്ചടാ. വീ അടിക്കാൻ അറിയില്ലല്ലേ. ഇതാണൊരു വണ്ടി. അതിന്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കൊടുത്ത് വെച്ചേക്കാം. പച്ചവെട്ടിൽ പ്രശ്നേഷൻ ഒന്നുമില്ല കേട്ടോ. നിനക്ക് തരാനുള്ള വണ്ടി അല്ല, പക്ഷെ എന്തായാലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കണം. ഇവിടെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തല്ലോ, ഇതാണ് അടുത്ത വണ്ടി. വണ്ടി എടുത്ത് നേരെ പെട്രോൾ അടിക്കണോട്ടാ. അമ്മേ ഇറങ്ങേ വണ്ടി എടുത്ത് പെട്രോൾ അടിച്ചോണ്ടിരിക്കുന്നു. പെട്രോളിന് 96 രൂപ. പെട്രോളിന്റെ വില കുറവാണ്. റെന്റ് കിടക്കട്ടോ. മീറ്റർ വർക്ക് ചെയ്യാനുണ്ട്. മീറ്റർ പെട്രോളില്ലാണ്ട് പഠിച്ചു വന്നുള്ളൂ. മീറ്റർ വർക്ക് ചെയ്യാനുണ്ട്. കുഴപ്പമില്ല, വണ്ടി കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കുലുക്കുണ്ട്. വണ്ടി അല്ലേ. ഇന്നിപ്പോ പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടി ഇരിക്കുകയാണ്. ഇപ്പൊ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം. അവര് തന്നെയുണ്ട്. പോട്ടെ. ഏതോ ഒരു സിഗ്നലോ നടപ്പുണ്ട്. പക്ഷെ നമ്മ കണ്ട ഗോവയും ഈ ഗോവയും നമുക്ക് ഇവിടെ വ്യത്യാസം ഉണ്ടോ? ഇങ്ങനത്തെ ഒരു ഗോവ ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ സിഗ്നലിലേക്കാണ്. സിഗ്നൽ ഇനിയിപ്പോ നേരെ ഹോട്ടലിലേക്കാണ് കാണാം. അപ്പൊ വേറെ ഏതോ ഒരു ജംഗ്ഷനോട് സ്റ്റെക്ക് ആയി നമ്മളപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എവിടെ എത്തിയെന്നൊന്നും അറിയാൻ പാടില്ല. മാപ്പ് നോക്കി നമ്മളെ റൂമിലോട്ടാ പോയിക്കൊണ്ടിരിക്കണത്. ഒരു 15 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ നിർത്തണം. അപ്പൊ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിക്കാൻ പറ്റും എന്നറിയില്ല. അപ്പൊ ഇനി 2 മണിക്കാണ് നമുക്ക് റൂമിൽ കയറുന്നത്. അപ്പൊ അതുവരെ സമയമുണ്ട്. അതിനുള്ളിൽ നമുക്ക് വേറെ സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫുഡും കഴിച്ച് കാണാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അത് കണ്ടു വരാമെന്ന് വിചാരിച്ചാണ്. അവിടെ ഗോവയിൽ വണ്ടി റെന്റിനെടുത്ത് നടു റൂട്ടിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടു നിൽക്കുന്ന നമ്മൾ ഇനി എന്ത് ചെയ്തു, എവിടെ പോയി എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഫോളോ ചെയ്തോ, ഒപ്പം കുടിക്കോ. അടുത്ത എപ്പിസോഡായിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.